ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഞങ്ങൾക്ക് ഫേവറായി ജഡ്ജ്മെന്റ് പറഞ്ഞ് വലിയൊരു സഹായം ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പീനൽ കോഡ് തന്നെ മാറ്റിവെച്ച് മനസാക്ഷിയോടെയാണ് ഞാൻ വിധി പറഞ്ഞത്. താങ്ക് യു സോ മച്ച് മാഡം. നിങ്ങളുടെ അനിയനെയും ഭാര്യയെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന് വസുന്ധര എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അഭിരാം. ബന്ധുക്കളെ വിട്ട് അകന്നു പോകണമെന്നും ഭർത്താവിന്റെ ബന്ധുക്കളെയെല്ലാം അകറ്റി നിർത്തണമെന്നും ആഗ്രഹിക്കുന്ന സ്ത്രീകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആദ്യമായാണ് കുടുംബമെല്ലാം ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇല്ലല്ലോ. ഒരേ ഒരു തവണ കാർത്തിക നമ്മൾ പറഞ്ഞത് കേട്ടാ മതി. അവളുടെ അമ്മയുടെ കാര്യം പിന്നെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു വസുന്ധര. കാർത്തികയ്ക്കും അഖിലിനും വേണ്ടി താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല ഏട്ടാ. വാ നമുക്ക് പോവാം. ഇന്ന് തന്നെ ഡിവോഴ്സും ജീവനാംശം കിട്ടുമെന്ന് വിചാരിച്ചപ്പോ ഇനി ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ സിസു. ഈ ഒരു മാസം ഞാൻ എങ്ങനെയെങ്കിലും അവളെ സഹിക്കാം. അതിനുശേഷം ഒരു ദിവസം പോലും അവളെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഒരു മാസം കഴിഞ്ഞുടനെ ജീവനാംശവും വാങ്ങി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഒരു മിനിറ്റ് പോലും ഇവിടെ ഇരിക്കാൻ പാടില്ല. കാർത്തിക ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും ഓരോ മിനിറ്റും ഒരു സെക്കൻഡും നമുക്ക് ഇമ്പോർട്ടന്റ് ആകിൽ. അവളെ മാറ്റിയെടുത്തേ മതിയാകൂ. അവരെന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും ഈ ഒരു മാസം കൊണ്ട് നീ മാറാൻ പാടില്ല ബേബി. ഇങ്ങനെ തന്നെ ആയിരിക്കണം. എടുത്തി കാർത്തിക മാറാൻ പോകുന്നില്ല. ഈ ഒരു മാസം വെറും വേസ്റ്റാ. അതെ സിസ്റ്റർ, ഈ ഒരു മാസം അവര് പെടാപ്പാട് പെടണം. ജീവനാംശവും വാങ്ങി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം. ജീവനാംശം കൊടുക്കാനോ ഡിവോഴ്സ് കൊടുക്കാനോ വേണ്ടിയല്ല നമ്മൾ ഒരു മാസം ചോദിച്ചിരിക്കുന്നത്. നിങ്ങളെ ചേർത്ത് വയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും എന്നെ അഖിലിനെ ഒരുമിപ്പിക്കാൻ പറ്റില്ല. പറ്റില്ല ഏട്ടാ, ഒരിക്കലും നടക്കാത്ത കാര്യം അത്. തകർന്ന് മനസ്സ് ഒരുമിപ്പിക്കാൻ പറ്റില്ല. മനസ്സുണ്ടെങ്കിൽ വഴിയും ഉണ്ടാകും അഖിൽ. മനസ്സില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാ എടുത്ത് ജീവിക്കാൻ പറ്റുന്നേ? ഞങ്ങള് കാർത്തികയെ പറഞ്ഞ് മനസ്സിലാക്കടാ. നീ ഒന്ന് സമാധാനിക്ക്. അവരെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കരുത് ബേബി. ഈ ഒരു മാസം മുഴുവൻ അവരെ നമ്മൾ കൊല്ലാതെ കൊല്ലണം. ഓരോ ദിവസവും ഓരോ നിമിഷവും അവർക്ക് നീ നരകം കാണിച്ചു കൊടുക്കണം. ഒരു മാസം പോയിട്ട് 10 ദിവസം പോലും അവരെ സഹിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ അവരെ നീ എത്തിക്കണം. ആ പറഞ്ഞത് ശരിയാ സിസ്റ്റർ. അങ്ങനെ ടോർച്ചർ ചെയ്തേ പറ്റൂ. എന്നാലേ ഡിവോഴ്സും ജീവനാംശവും കിട്ടൂ. ഞങ്ങള് കൂടെ ഉണ്ടാവും. നീ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഈ കാർത്തിക ആരാണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. വാ മമ്മി, വാ ആന്റി. Ladies and gentlemen,
യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. ഈ കാർത്തിക പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ഒരു മാസത്തേക്ക് മാത്രമേ ഞങ്ങൾ ഈ വീട്ടിലുണ്ടാകൂ. അത് കഴിഞ്ഞുടനെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യും. ഒരു മാസത്തേക്ക് ഞങ്ങൾക്ക് ഈ വീട് ഗസ്റ്റ് ഹൗസ് മാത്രമായിരിക്കും. ഞങ്ങള് നോൺ പെയ്ഡ് ഗസ്റ്റ് ആയിരിക്കും. അതായത് ഒരു വിധത്തിലുള്ള ക്യാഷും പേ ചെയ്യാത്ത VVIP ഗസ്റ്റുകളായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങൾ ഫ്രീ സർവീസ് ചെയ്യണം. എനിക്ക് ഗ്രീൻ ടീ, എന്റെ മമ്മിക്ക് മസാല ടീ, ആന്റിക്ക് ജിഞ്ചർ ടീ തയ്യാറാക്കി കൊണ്ടുവന്നോളൂ. 5 മിനിറ്റ്സ് മാത്രമേ തരാൻ പറ്റൂ. നിങ്ങൾ 2 പേരിൽ ആര് കൊണ്ടുവന്നാലും ഓക്കെ. ഗ്രീൻ ടീ, മസാല ടീ, ജിഞ്ചർ ടീ, വേറെന്തൊക്കെയാ വേണ്ടത്? സമൂസ, ബിസ്ക്കറ്റ്, ബജിയും കൂടി എടുക്കട്ടെ? പക്കോട വേണം. അതും ഉള്ളി പക്കോട ആയിരിക്കണം. എനിക്ക് ബ്രെഡ് ഓംലെറ്റ്. മമ്മിക്ക് സാൻഡ്വിച്ച് പറയട്ടെ? വേണ്ട ബേബി, ഫ്രൂട്ട് സലാഡ് പറഞ്ഞാ മതി. അത് വരുത്തിയാ മതിയാകും. കേട്ടല്ലോ, പോയി കൊണ്ടുവന്നോളൂ. അതേപോലെ ഗേറ്റിന്റെ പുറത്തേക്ക് പോയാ ഈ സ്ട്രീറ്റിന്റെ അവസാനം എത്തുമ്പോ അവിടെ ഒരു ചെറിയ ടിഫിൻ സെന്റർ ഉണ്ട്. പിന്നെ ഒരു ചായക്കടയും ജ്യൂസ് സെന്ററും ഉണ്ട്. അവിടെ ചെന്നിട്ട് വാങ്ങിയാ മതി. ഞങ്ങൾ എന്തിനാ ചെന്ന് വാങ്ങുന്നേ? നിങ്ങളല്ലേ വാങ്ങിക്കൊണ്ട് വരണ്ടേ? ആര് പറഞ്ഞു ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരണമെന്ന്? ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾ ഞങ്ങളെ നോക്കണ്ടേ? ഞങ്ങൾ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ? കോടതി വിധി നിങ്ങള് ശരിക്കും കേട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഒരു മാസം അഖിലിനെ കാർത്തികയാ നോക്കേണ്ടത്, അല്ലാതെ ഞങ്ങളല്ല നിങ്ങളുടെ കാര്യം നോക്കേണ്ടത്. അതുമാത്രമല്ല, ഇനി മുതല് നിങ്ങളുടെ ജോലികളൊന്നും ഞങ്ങൾ ആരും ചെയ്യില്ല. നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ ചെയ്യണം. ഇന്ന് വെച്ചാ നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഇട്ട് കുടിക്കണം. വിശക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. നിങ്ങളുടെ തുണികളൊക്കെ നിങ്ങൾ തന്നെ കഴുകണം. എന്ന് വെച്ചാ ഫുൾ സെൽഫ് സർവീസ് എന്നർത്ഥം. എന്താ പറയുന്നേ? ഇന്നലെ വരെ കാർത്തിക പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? കാർത്തികയെ ഒരു അനീതിയായിട്ട് കണ്ടിട്ടാ ചെയ്തു കൊടുത്ത. പക്ഷെ ഇപ്പോ ഞങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പോവല്ലേ. പിന്നെന്തിനാ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന? പെട്ടെന്ന് ഇങ്ങനെ അവളോട് എല്ലാ ജോലിയും ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പാവം, ജോലി ചെയ്തൊരു ശീലമില്ലാത്ത കുട്ടിയാ. ഇളയമയുടെ ഒരു കാര്യം പറയാനുണ്ട്. കാർത്തികയോടൊപ്പം ചേർന്ന് ഇളയമയും ജോലിയൊക്കെ ചെയ്തു തുടങ്ങിക്കോ. ഞങ്ങളാരും നിങ്ങളുടെ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഞാനെന്ത് ചെയ്തിട്ടാ? കാർത്തികയുടെ സൈഡ് നിൽക്കുകയല്ലേ. സോ മൈ ഡിയർ ലേഡീസ്, കോർട്ട് കോൺസെപ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു മാസം നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കണം. നിങ്ങളുടെ ജോലികളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അഖിലിനെ കാർത്തിക സ്നേഹത്തോടെ നോക്കണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് കോടതിയിലെ വിധി. എന്നാ പൊക്കോ. ഗ്രീൻ ടീ, ഇഞ്ചി ടീ, മസാല ടീ എന്ത് വേണമെങ്കിലും വാങ്ങിക്കുടിച്ചിട്ട് വന്നോ. പക്കോട, സാൻഡ്വിച്ച്, ബജി എന്ത് വേണമെങ്കിലും പോയി കഴിച്ചോ. എല്ലാം നിങ്ങൾ തന്നെ ചെലവാക്കണം. 1 രൂപ പോലും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. സർവേ ജന സുഖിനോ ഭവന്തു. എന്താ സിസ്റ്റർ, വാസു ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ.
എന്തിനാ വസു അവരോട് അങ്ങനെ പറഞ്ഞത്? സൂപ്പർ ആയിരുന്നു ഏടത്തി. അവരോട് അങ്ങനെ തന്നെ പറയണം. അപ്പോഴേ അവരുടെ കൊളസ്ട്രോൾ ഒന്ന് കുറഞ്ഞു കിട്ടു. നമ്മൾ എന്തെങ്കിലും കൂടുതലായി പറഞ്ഞു പോയോ മമ്മി? ഓവർ ആക്ഷൻ വല്ലതും കാണിച്ചോ? അത് രണ്ടും ചെയ്തത് അവരാ. ഈ ഒരു മാസം അവരെ നമ്മളിട്ട് കളിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ അവര് നമ്മളെയാ കളിപ്പിക്കുന്നത്. അവര് പറയുന്നത് നമ്മൾ അനുസരിക്കുമെന്ന് വിചാരിച്ചു കാണും. പക്ഷെ നമ്മൾ എന്തിനു കഷ്ടപ്പെടണം? നമ്മുടെ ജോലികൾ നമ്മൾ എന്തിനു ചെയ്യണം? പണം ഇട്ടുകൊടുത്ത് ജോലി ചെയ്യിപ്പിക്കണം. അങ്ങനെ കൊടുക്കാനായിട്ട് കാശ് കയ്യിൽ വേണ്ടേ? അവരുടെ കഥ കഴിഞ്ഞത് തന്നെ. എന്താ സിസ്റ്റർ ഈ പറയുന്നേ? സിസ്റ്ററിന്റെ അടുത്ത് കാശൊന്നുമില്ലേ? നാട് മുഴുവൻ കടവുമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ കയ്യിൽ പോലും കാശില്ല മോം. ഇനി എന്ത് ചെയ്യും? ഉറപ്പായും ഏടത്തി പറഞ്ഞ പോലെ ആയിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മാസം അവർ കഷ്ടപ്പെടും. അത് കഴിഞ്ഞ് അവരെങ്ങോട്ട് പോയാലും നമുക്കൊരു ചുക്കുമില്ല. ഏട്ടൻ മിണ്ടാതിരിക്കുവാണല്ലോ. ഒന്നുമില്ല. വെറുതെ ഒന്നുമല്ല. ഏട്ടന്റെ മനസ്സിൽ എന്തോ കുഴപ്പമുണ്ട്. എനിക്കെന്ത് കുഴപ്പമുള്ളത്? എന്തോ ഒരു കാര്യം ഓർത്ത് ഏട്ടൻ ടെൻഷനില്ല. അങ്ങനൊന്നും ഇല്ല വസുന്ധര. എന്നുവെച്ച ഏട്ടൻ ഇപ്പൊ ഫോക്കസ്ഡ് ആണെന്നാണോ പറയുന്നേ? അതെ. കോൺഫിഡന്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. തന്നോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഒരു മിനിറ്റ് അങ്ങനെ കണ്ണടയ്ക്കാതെ വേറെ എങ്ങോട്ടും നോക്കാതെ എന്നെ തന്നെ നോക്കിക്കേ. എന്തിന്? ഏട്ടൻ എത്രമാത്രം ഒറ്റപ്പെട്ടിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവും. ഓ, ടെസ്റ്റ് ചെയ്ത് നോക്കുവാണോ? അതെ, പാസ്സായി കഴിഞ്ഞാ ഏട്ടൻ ഡിസ്റ്റർബ്ഡ് അല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. സ്റ്റാർട്ട് ചെയ്ത്. വേറെ ഒരു വഴിയില്ല? വഴിയില്ല. 1 minute ടൈം. കണ്ണടയ്ക്കാനും പാടില്ല, വേറെ എങ്ങ് നോക്കാനും പാടില്ല. വസുന്ധര, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോ ഏട്ടൻ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുക. ഏട്ടന്റെ മനസ്സിലെ പ്രശ്നം എന്താണെന്ന് പറയൂ. ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണെന്ന് തനിക്കെങ്ങനെ മനസ്സിലായി? ഏട്ടനല്ലേ ഇപ്പൊ ടെസ്റ്റിൽ ഫെയിൽ ആയത്? ടെസ്റ്റ് വെക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതല്ലേ. ഭർത്താവിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഒരു ഭാര്യയ്ക്ക് അറിയാൻ പറ്റില്ലെന്നാണോ? താൻ ജഡ്ജി മേഡത്തിനോട് സംസാരിച്ച് അവരോട് ഒരു ചെറിയ കള്ളം പറയാൻ പറഞ്ഞ് ഒരു മാസത്തേക്ക് കാർത്തിക അഖിലും ഒരുമിച്ച് കഴിയാനുള്ള അവസരം ഉണ്ടാക്കി.
അവർ രണ്ടുപേരും ഒരുമിച്ച് ചേരാനുള്ള ചാൻസ് ഉണ്ടെന്നാണോ? ഒന്നിക്കില്ലാന്ന് ഏട്ടൻ എന്തിനാ വിചാരിക്കുന്നേ? കാർത്തിക കാരണം മനസ്സ് തകർന്നു പോയെന്ന് അഖിലേന പറഞ്ഞല്ലേ? ഒരു മാസം എപ്പോ അവസാനിക്കുന്നു? ഡിവോഴ്സും ജീവനാംശവും വാങ്ങിക്കൊണ്ടു പോകാൻ വേണ്ടി കാർത്തിക അവളുടെ അമ്മയെ കാത്തിരിക്കുകയാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവരുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. മാത്രമല്ല, നീ കാർത്തികയോട് അവളുടെ ജോലികൾ അവളോട് തന്നെ ചെയ്യാൻ പറഞ്ഞു. അവളാണെങ്കിൽ ഇതുവരെ ദേഹാനെങ്കിൽ ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് ഓടിപ്പോകുന്ന എന്റെ പേടി. അപ്പൊ ഡിവോഴ്സ് കിട്ടില്ലല്ലോ ഏട്ടാ. കാർത്തിക പോയി കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത്? കാർത്തിക ഇവിടുന്ന് പോയില്ല. ഞാൻ പോകാൻ സമ്മതിക്കില്ല. സംശയമൊന്നും വേണ്ട. നാളെ മുതല് കാർത്തികയെ കൊണ്ട് എങ്ങനെയൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്ന ഏട്ടൻ കണ്ടാ മതി. അഖിലിനെ കാർത്തിക വീണ്ടും പ്രണയിക്കാൻ തുടങ്ങും. താൻ നല്ല കോൺഫിഡൻസ് ആയിട്ടാണല്ലോ പറയുന്നത്. അവര് രണ്ടുപേരും ഒന്നാകുമോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് പോലും തന്റെ ഉള്ളിലില്ലല്ലോ. എന്റെ ഉള്ളില് മാത്രമല്ല, മനസ്സിലും അങ്ങനെയില്ല. ഓ, അത്രയ്ക്ക് ഉറപ്പാണോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓ, എന്നാ തനിക്ക് ഞാനൊരു ടെസ്റ്റ് വയ്ക്കാം. എനിക്ക് താൻ നടത്തിയില്ലേ അതേ ടെസ്റ്റ് തന്നെ. 1 മിനിറ്റ് എന്റെ കണ്ണി തന്നെ നോക്കി നിൽക്കണം. കണ്ണടയ്ക്കാനേ പാടില്ല. പിന്നെ വേറെ എങ്ങോട്ടും നോക്കാൻ പാടില്ല. റെഡിയാണോ? എനിക്കെന്തിനാ ടെസ്റ്റ് ഒക്കെ? എനിക്ക് ടെസ്റ്റ് നടത്തിയല്ലേ. റെഡി? 3, 2, 1 ഗോ. ആകാശനീലം എന്നേറെ നീളും കണ്ണിലുടനീളം താൻ തോറ്റു കഴിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഏട്ടനെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് നാണം തോന്നുന്നുണ്ട്. ഓ, ഇത് നാണായിരുന്നു? അല്ലാതെ പിന്നെ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പെണ്ണല്ലേ. ഓ, സോറി. താൻ പെണ്ണായിരുന്നല്ലേ? ആ കാര്യം ഞാനങ്ങ് മറന്നേ പോയി. എടി വസു, എടാ അബി, നിങ്ങൾ കാരണമാണ് ഞാൻ ജയിലിൽ പോയത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല.
ഈ സമയത്ത് ആരാ വന്നത്?